ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസിൻ്റെ സിറ്റി ഇൻറ്റിമേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ALPയുടെ സിറ്റി ഇൻറ്റിമേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇനി നമുക്ക് 10 ദിവസമേ ഉള്ളൂ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും എവിടെയാണ് സെൻറ്റർ എന്നൊക്കെ നോക്കി പോകാനുള്ള ട്രാവൽ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് മിനിറ്റ് റഷ് ചെയ്യാനോ അല്ലെങ്കിൽ ടെൻഷൻ ആവാനോ ഒന്നും നിൽക്കാതെ കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം സീരീസിനകത്ത് നമ്മൾ ഇന്ന് നോക്കുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 50 ക്വസ്റ്റ്യൻസ്. ഇന്നിപ്പോൾ അടുത്ത 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് കുറേ വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, വിച്ച് ഇന്ത്യ ബോൺ ഫിസിസ്റ്റ് ഇൻവെന്റഡ് ദ ഒപ്റ്റിക്കൽ ഫൈബർ. ഇതൊരു ഫിസിക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അത് എങ്ങനെയോ കയറി കെമിസ്ട്രിക്ക് അകത്ത് വന്നതാണ്. ഓക്കെ, അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ആൻ ആറ്റം ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് ആറ്റത്തിനകത്ത് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഫോസ്ഫറസിൽ ഉള്ളത്. ഓക്കെ, ഫോസ്ഫറസിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് കൂടെ നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് വിചാരിച്ചു വെക്കണം. അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, വാലൻസ് ഇലക്ട്രോൺസ്. അപ്പൊ എന്താണ്, ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, the atomic number of magnesium is 12. What will be its valency? മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ് അല്ലെ. അപ്പൊ അതിന്റെ വാലൻസി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് 282 ആണ് അല്ലെ. 282 എന്ന് പറയുമ്പോൾ ഈ 2 ആണ് എന്ത് വരുന്നത്, വാലൻസി ആയിട്ട് വരുന്നത്. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് 2 എന്നാണ് ആൻസർ വരിക. ഓക്കെ, മെഗ്നീഷ്യത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് 2 ആയിരിക്കും. Which of the following metals is able to liberate hydrogen gas from dilute hydrochloric acid? അതായത് ഡൈല്യൂട്ട് ആയിട്ടിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താല് ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യാൻ, പുറത്തേക്ക് വിടാൻ കഴിവുള്ള മെറ്റൽ ഏതാണ്? ലെഡ് ആണ്. ലെഡ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലിബറേറ്റ് ആവും? ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വരും. Which metal is used in electroplating an iron to protect it from corrosion and formation of rust? അതായത് തുരുമ്പ്, റസ്റ്റ് എന്ന് പറഞ്ഞാൽ തുരുമ്പാണ് അല്ലെ. റസ്റ്റ് വരാതിരിക്കാനും അതുപോലെ കൊറോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡീകേ ആയി പോവാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കോട്ടിങ് നടത്തും അല്ലെ. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താൻ ഇലക്ട്രോപ്ലേറ്റിംഗ് അയണിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ നമ്മൾ സിങ്ക് കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സിങ്ക് കോട്ടിംഗ് ചെയ്തിട്ടാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കൊറോഷനിൽ നിന്നും റസ്റ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് സിങ്ക് കോട്ടിംഗ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, what does oxidation state of an atom display? ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്ച്വൽ ചേഞ്ച് ഓഫ് ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ട് എങ്ങനെയാണ് ചേഞ്ച് ആയത് എന്ന് കറക്റ്റ് ആയി കാണിക്കുന്നതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, common metals arranged in the order of decreasing their chemical reactivity. കെമിക്കൽ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ മെറ്റൽസിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ എന്താ പറയുക? ആക്ടിവിറ്റി ചെയിൻ എന്നാണ് പറയുക. അതായത് ഏറ്റവും കൂടുതൽ കെമിക്കൽ റിയാക്ടിവിറ്റി ഉള്ളത്, പിന്നെ കുറവുള്ളത് അങ്ങനെ വെക്കുന്നതിന് നമ്മൾ ആക്ടിവിറ്റി ചെയിൻ എന്നാണ് പറയുക. As a dehydrating agent to convert ethanol to ethane. എത്തനോളിനെ ഈഥെയ്ൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഏത് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റിനെയാണ് യൂസ് ചെയ്യുക? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെയാണ് എത്തനോളിനെ ഈഥെയ്ൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, which of the following is used to melt ice? ഐസിനെ മെൽറ്റ് ചെയ്യാനായിട്ട് സോൾട്ട്. നമ്മൾ ഐസിൽ ഉപ്പുപൊടി വെതറി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് വെള്ളം ആവുമെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ മീനൊക്കെ ഫ്രീസറിൽ, മീൻ മാത്രമല്ല, ചിക്കൻ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഒക്കെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്ത് അതൊന്ന് പെട്ടെന്ന് നോർമലായി കിട്ടാൻ കുറച്ച് ഉപ്പുപൊടി വെതറിയാൽ മതി എന്ന് പറയാറുണ്ട്. ഓക്കെ, the most acidic mixture has a pH value of ഏറ്റവും അസിഡിക് ആയിട്ടുള്ള മിക്സ്ചറിന്റെ pH വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും.
ഓക്കെ, ഏറ്റവും അസിഡിക് ആയിട്ടുള്ള മിക്സ്ചറിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. In universal indicators, what does a pH value of 4 to 5 indicates? In the universal indicators pH value 4 to 5 ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വീക്ക് ആസിഡ് ആയിരിക്കും. ഓക്കെ, 4 to 5 ആണ് pH വാല്യൂ എന്നുണ്ടെങ്കിൽ അതൊരു വീക്ക് ആസിഡ് ആയിരിക്കും. ഓക്കെ, which of the following is a natural source of lactic acid? Lactic acidന്റെ natural source എന്ന് പറയുന്നത് എന്താണ്? സോർ മിൽക്ക് ആണ്. ഓക്കെ, സോറായിട്ടുള്ള കയ്പായിട്ടുള്ള മിൽക്ക് ആണ് എന്തെന്ന് പറയുന്നത്? ലാക്ടിക് ആസിഡിന്റെ നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത്. How many elements exist in nature according to Newland's law of octaves? ന്യൂലാൻഡ് ആണ് ലോ ഓഫ് ഒക്ടേവ്സ് കണ്ടുപിടിച്ചത്. അത് പ്രകാരം എത്ര എലമെന്റ്സ് ആണ് നേച്ചറിൽ ഉള്ളത്? നേച്ചറലി എക്സിസ്റ്റിംഗ് എലമെന്റ്സ് 56 എണ്ണമാണെന്നാണ് ന്യൂലാൻഡ്സ് പറയുന്നത്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് പ്രകാരം നാച്ചുറലി എക്സിസ്റ്റിംഗ് എലമെന്റ്സ് എത്ര എണ്ണമാണ്? 56 ആണ് ഉള്ളത്. Which of the following solutions has the lowest pH? ഏറ്റവും pH വാല്യൂ കുറവുള്ളത് ഏതിനാണ്? കോഫിക്ക് pH വാല്യൂ ഭയങ്കര കുറവാണ്. ഓക്കെ, കോഫിയുടെ pH വാല്യൂ ഭയങ്കര കുറവാണ്. In the modern periodic table, dash is before nickel. Modern periodic table നിക്കലിന് മുൻപേ ഇരിക്കുന്നത് ഏതാണ്? കൊബാൾട്ട് ആണ്. കൊബാൾട്ട് നിക്കൽ എന്നാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ പറയുക അല്ലെ. പീരിയോഡിക് ടേബിളിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അടുത്ത് തന്നെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളിൽ കൊബാൾട്ട് കഴിഞ്ഞിട്ടാണ് നിക്കൽ വരുന്നത്. അടുത്തത്, Group 2 elements of periodic table are also known as. Group 2 elements നെ alkaline earth metals എന്ന് കൂടെ പറയാറുണ്ട്. Group 2 elements നെ alkaline earth metals എന്ന് കൂടെ പറയാറുണ്ട്. Dash shows that the atomic number of an element is more fundamental than its atomic mass. അതായത് ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ആണ് അറ്റോമിക് മാസിനേക്കാൾ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞത് ആരാണ്? ഹെൻറി മോസ്ലി ആണ് അത് കണ്ടുപിടിച്ചത്. അതായത് അറ്റോമിക് മാസിനേക്കാളും ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആണ് എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി മോസ്ലി ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, the number of shells in the elements of the third period. മൂന്നാമത്തെ പീരീഡിലുള്ള എലമെന്റ്സില് എത്ര നമ്പർ ഓഫ് ഷെൽസ് ഉണ്ടാവും? 2 നമ്പർ ഓഫ് ഷെൽസ് ആണ് ഉണ്ടാവുക. ഓക്കെ, തേർഡ് പീരീഡിലുള്ള എലമെന്റ്സിന് എല്ലാം തന്നെ എത്ര ഷെൽസ് ആണ് ഉള്ളത്? 2 നമ്പർ ഓഫ് ഷെൽസ് ആണ് ഉള്ളത്. What do lithium, sodium and potassium have in common? lithium, sodium, potassium ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവർക്ക് 3 പേർക്കും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. The elements of the first group, ആദ്യത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന് നമ്മൾ എന്ത് പറയും? ആൽക്കലി എന്ന് പറയും. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ഇതിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് ആർ ഓൾസോ കോൾഡ്. ലാന്തനൈറ്റ്സിനെയും ആക്ടിനൈറ്റ്സിനെയും നോർമലി നമ്മൾ പറയുക ഇന്റേണൽ ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് പറയുക. അത് ഏത് ബ്ലോക്കിലാണ്? എഫ് ബ്ലോക്കിലാണ് ഉള്ളത്. അപ്പൊ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ 2 പേരിൽ പറയും, ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ് എന്നും അതുപോലെ ഇന്റേണൽ ട്രാൻസിഷൻ എലമെന്റ് എന്നും പറയും. ഓക്കെ, വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ഡ്യൂട്ടീരിയം? ഡ്യൂട്ടീരിയം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ് അല്ലെ. അതിന്റെ മാസ് നമ്പർ എത്രയാണ്? 2 ആണ് മാസ് നമ്പർ. സോഡ ആസിഡ് ഈസ് ദ സോൾട്ട് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്. ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിൽ സോഡ ആസിഡ് സോൾട്ട് ആയിട്ട് യൂസ് ചെയ്യും. അത് ഏത് ഫോമിലാണ് യൂസ് ചെയ്യുക? സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഫോമിലാണ് യൂസ് ചെയ്യുക. ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. നോൺ മെറ്റൽസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ. നോൺ മെറ്റൽസ് ഫെർട്ടിലൈസേഴ്സിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. നോൺ മെറ്റൽസ് ഫെർട്ടിലൈസേഴ്സ് ആയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, വൈറ്റ് ഫോസ്ഫറസ് ഈസ് സ്റ്റോർഡ് ഇൻ. വൈറ്റ് ഫോസ്ഫറസ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? വെള്ളത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. വൈറ്റ് ഫോസ്ഫറസ് വെള്ളത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദ എലമെന്റ് ദാറ്റ് ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ്. കത്തി വെച്ച് മുറിക്കാൻ പറ്റുന്ന എലമെന്റ് ഏതാണ്? സോഡിയം ആണ്. ഓക്കെ, സോഡിയത്തിനെ നമുക്ക് കത്തി വെച്ച് മുറിക്കാനായിട്ട് പറ്റും. പ്രോപ്പർട്ടി ഓഫ് അറ്റാക്കിംഗ് ഇലക്ട്രോൺസ് ബൈ ഹാലജൻ ആറ്റംസ് ഈസ് നോൺ ആസ്. അതായത് ഇലക്ട്രോൺസിനെ ഹാലജൻ ആറ്റംസ് വെച്ച് അറ്റാക്ക് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് പറയുക. ഹാലജൻ ആറ്റംസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രോൺസിനെ അറ്റാക്ക് ചെയ്യുന്ന പ്രോപ്പർട്ടീനെ നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് പറയുക.
Which group contains the elements that are colorless, tasteless and odorless gases? അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ കളർ ഇല്ലാത്ത, ടേസ്റ്റ് ഇല്ലാത്ത, മണം ഇല്ലാത്ത ഒരു ഗ്യാസിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതിന് നമ്മൾ എലമെന്റ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതിന് നമ്മൾ സീറോ ഗ്രൂപ്പ് എന്നാണ് പറയുക. സീറോ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് എന്താണ്? കളർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, ഓർഡർലെസ് ആണ്. ഓക്കെ, അടുത്തത് which form of carbon acts as a reducing agent in metallurgy? മെറ്റലർജിയിൽ reducing agent ആയിട്ട് ആക്ട് ചെയ്യുന്ന കാർബണിന്റെ ഫോം ഏതാണ്? കോക്ക് ആണ്. കോക്ക് ഒരു reducing agent ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കോക്ക് കാർബണിന്റെ ഫോം ആണ്, അത് reducing agent ആണ്. ഓക്കെ, അടുത്തത് the bond generally not found in carbon compounds. കാർബൺ കോമ്പൗണ്ട്സിൽ നോർമലി കാണാത്തൊരു ബോണ്ടാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അയോണിക് ബോണ്ട് നമുക്ക് എവിടെ കാണാൻ പറ്റില്ല? കാർബൺ കോമ്പൗണ്ട്സിൽ കാണാൻ പറ്റില്ല. when baking soda is heated it converts into, ബേക്കിംഗ് സോഡ ചൂടാക്കിയാൽ അത് എന്തൊക്കെയായിട്ടാണ് കൺവേർട്ട് ആവുക? സോഡിയം കാർബണേറ്റ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ബേക്കിംഗ് സോഡയുടെ ബേക്കിംഗ് സോഡ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ കോമ്പൗണ്ട്സ് ആണുള്ളത്? സോഡിയം കാർബണേറ്റ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ബേക്കിംഗ് സോഡ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ റിയാക്ഷൻ ഓഫ് ദ സോഡ വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോഡയും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ഓക്കെ, സോഡയും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. The milkman adds a little bit of baking soda to the fresh milk. ഇത് milkman ആഡ് ചെയ്യും എന്നല്ല പറയണത്. ഫ്രഷ് ആയിട്ടുള്ള മിൽക്കിലേക്ക് നമ്മൾ ഒരു തുള്ളി ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്താൽ അവിടെ എന്തുണ്ടാവില്ല? മിൽക്കിന്റെ അസിഡിഫിക്കേഷൻ നടക്കില്ല. ഓക്കെ, പ്യുവർ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പാലിലേക്ക് നമ്മൾ ഒരു തുള്ളി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ അവിടെ അസിഡിഫിക്കേഷൻ നടക്കില്ല. Which one of the metals reacts vigorously with cold water? കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? സോഡിയം ആണ്. ഓക്കെ, കോൾഡ് വാട്ടറുമായിട്ട് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ എന്ന് പറയുന്നത് സോഡിയം ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് the chemical name of caustic soda. കാസ്റ്റിക് സോഡയുടെ കെമിക്കൽ നെയിം എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ കാസ്റ്റിക് സോഡയുടെ കെമിക്കൽ നെയിം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? കെറോസിനിലാണ് സോഡിയം സ്റ്റോർ ചെയ്യണത്. ഓക്കെ, സോഡിയം കെറോസിനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഡാഷ് ഇസ് ദ കെമിക്കൽ നെയിം ഓഫ് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡയുടെ കെമിക്കൽ നെയിം എന്താണ്? സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. ഓക്കെ, സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് എന്നാണ് നമ്മൾ എന്തിനു പറയുന്നത്? വാഷിംഗ് സോഡയുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. Name the sodium compound which is permanently used to remove the hardness of water. വെള്ളത്തിന്റെ ഹാർഡ്നെസ് കളയാനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, പെർമനന്റ് ആയിട്ട് കളയാൻ യൂസ് ചെയ്യുന്ന സോഡിയം കോമ്പൗണ്ട് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. ഓക്കെ, വാഷിംഗ് സോഡ തന്നെയാണ്. സോഡിയം കാർബണേറ്റ് ആണ് നമ്മൾ പെർമനന്റ് ഹാർഡ്നെസ് കളയാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് കാർബൺ ഈസ് ഏബിൾ ടു ഫോം സ്റ്റേബിൾ കോമ്പൗണ്ട്. കാർബണ് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ് എല്ലാം സ്റ്റേബിൾ ആയിരിക്കും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബണ് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സ്ട്രോങ്ങസ്റ്റ് ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാർബൺ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് എല്ലാം സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നത്. കാർബണിൽ ഇല്ലാത്ത ബോണ്ട് അയോണിക് ബോണ്ടാണ്. ഓക്കെ, സൾഫർ ഈസ് derived from which language? സൾഫർ എന്നതൊരു ലാറ്റിൻ വേർഡ് ആണ്. ഓക്കെ, ഗ്രൂപ്പ് ദാറ്റ് കണ്ടെയ്ൻസ് മോണോ അറ്റോമിക് എലമെന്റ്സ്. മോണോ അറ്റോമിക് എലമെന്റ്സ് ഉള്ളത് ഏത് ഗ്രൂപ്പിലാണ്? 7A മോണോ അറ്റോമിക് എലമെന്റ്സ് ഉള്ളത്. ഡാഷ് ഈസ് ദ ലീസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ് ഓഫ് ഗ്രൂപ്പ് 17. 17th ഗ്രൂപ്പിലെ ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് അയഡിൻ ആണ്. ഓക്കെ, 17th ഗ്രൂപ്പിലെ ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് അയഡിൻ ആണ്. ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. വെജിറ്റബിൾ ഓയിലിന്റെ ഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ എക്സാമ്പിൾ ആണ്? കോമ്പിനേഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, കോമ്പിനേഷൻ റിയാക്ഷൻ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് ഹൈഡ്രജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ. ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഈസ് പ്ലേസ്ഡ് ഇൻ. ഹൈഡ്രജനും ഹീലിയവും എവിടെയാണ് കാണാൻ പറ്റുക? ഫസ്റ്റ് പീരീഡിലാണ് കാണാൻ പറ്റുക. ഹൈഡ്രജൻ ആൻഡ് ഹീലിയം എവിടെയാണ് കാണുക? ഫസ്റ്റ് പീരീഡിലാണ് കാണുക.
The modern periodic table is based on atomic number of the elements. Modern periodic table എന്തിന്റെ ബേസിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്? എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പറിനെ വെച്ചിട്ടാണ്, അത് കൺസിഡർ ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ടൂത്ത് ഡീകെ, നമ്മുടെ പല്ല് കേടുവരാൻ തുടങ്ങുന്നത് pH ലെവൽ എവിടെ എത്തുമ്പോഴാണ്? ബിലോ 5.5 പോകുമ്പോഴാണ് ടൂത്ത് ഡീകെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആംഫോട്ടറിക് ഓക്സൈഡ് ഫോം ചെയ്യാൻ പറ്റുന്ന മെറ്റൽ ഏതാണ്? അലൂമിനിയം ആണ്. ആംഫോട്ടറിക് ഓക്സൈഡ് ഫോം ചെയ്യുന്ന മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അലുമിനിയം ആണ്. When litmus is taken into a borax solution, it turns. ഒരു ബൊറാക്സ് സൊല്യൂഷനിലോട്ട് നമ്മൾ ലിറ്റ്മസ് ഇട്ട് കൊടുത്താൽ ആ ലിറ്റ്മസ് എന്താവും? ബ്ലൂ കളർ ആവും. ഓക്കെ, ബൊറാക്സ് സൊല്യൂഷനിലേക്ക് ലിറ്റ്മസ് ഇട്ട് കൊടുത്താൽ അത് ബ്ലൂ കളർ ആവും. ഇനി സോഡിയത്തിന്റെ ഒരു സൊല്യൂഷന്റെ pH അതിന്റെ ഹൈഡ്രോണിയം അയണിന്റെ കോൺസെൻട്രേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സൊല്യൂഷന്റെ pH വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞാൽ ആ സൊല്യൂഷനിലുള്ള ഹൈഡ്രോണിയം അയൺ അതിന്റെ കോൺസെൻട്രേഷനിലുള്ള വേരിയേഷനെ വെച്ചിട്ടാണ് നമ്മൾ pH വാല്യൂ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ നമുക്ക് നോക്കാനുള്ളത്. റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 100 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഇത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ അധികം ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ട് കെമിസ്ട്രിയിൽ. അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ പോലെ തന്നെ ഈ ഒരു ചാനൽ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് ലിങ്ക് ഒന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പോർഷൻസോ ടോപ്പിക്സോ അല്ലെങ്കിൽ സബ്ജക്റ്റുകളോ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കൂടെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ആ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മളോട് ചോദിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളത് പുറകെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും താങ്ക് യു.